യെസ്. അപ്പൊ നമുക്ക് ഒരു കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. സ്ക്രീൻ വിസിബിൾ? യെസ് മാം. ഓക്കെ. അപ്പൊ നിങ്ങൾ, ഞാൻ ചോദിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കണ്ടിരുന്നോ? മീൻസ് എല്ലാ വീഡിയോസും റെക്കോർഡഡ്സും നോട്ട്സും ഒക്കെ നോക്കിയിരുന്നോ? ഓക്കെ, ഞാൻ സ്റ്റാർട്ട്. ഓക്കെ. അപ്പൊ നമ്മള് today we'll be discussing the complete overline of our British history, starting from the very old English period till നമ്മളുടെ modern times. And to your information, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ക്ലാസ്സിൽ മുന്നേ പറഞ്ഞ കണക്ക് അത്രയൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ബിക്കോസ് നമുക്ക് ഇവിടെ ഓരോ ഏജസും ഏതൊക്കെയാണ്, അതിന്റെ പ്രോമിനന്റ് ഫീച്ചേഴ്സും ആൻഡ് ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടും മെയിൻ വർക്ക്സ് ഇൻ എ നട്ട്ഷെൽ ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കാരണം നമുക്ക് ഓരോ ഓഥേഴ്സും അവരുടെ വർക്ക്സും കൂടി പറയാൻ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. സോ അത് നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഓഥേഴ്സും വർക്ക്സും വിത്ത് റെസ്പെക്ട് ടു ദി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ആ ഒരു ഹിസ്റ്ററി കംപ്ലീറ്റ് ഫ്രം ദി ഓൾഡ് ടിൽ ദി മോഡേൺ ടൈമിലുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ, വെരി ക്രിസ്പ് മാനറിലാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആ ഒരു ഔട്ട്ലൈൻ ക്ലിയർ ആണോ ഞാൻ ഉദ്ദേശിച്ചത്? Yes, Is ma'am. that clear to you? Okay. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദ വെരി ഫസ്റ്റ് തിങ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് നമുക്ക് ഇത്രയും ഒരുപാട് റൈറ്റേഴ്സും ആൾക്കാരും ഒക്കെ നമുക്കുണ്ട്. എല്ലാവരും നമുക്ക് 1 by 1 എടുത്ത് കംപ്ലീറ്റ്ലി അങ്ങനെ പഠിക്കാൻ പറ്റില്ല. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇപ്പൊ നമ്മളിപ്പം നമ്മളുടെ ആ ഒരു ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ ഒരു ഏജസ് ആണ്. അപ്പൊ നമ്മൾ റഫ്ലി ഒരു ഏജ് പറയുകയാണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദി ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ഉണ്ട് നമുക്ക്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, ദെൻ യു ഹാവ് ദി മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, അതിനുശേഷം യു ഹാവ് ദി റിനൈസൻസ്. ഞാൻ ഓരോന്ന് 1 by 1 എക്സ്പ്ലെയിൻ ചെയ്യും. ബട്ട് ആസ് ഓഫ് നൗ ഒന്ന് ഒരു കണ്ടന്റ് പോലെ ഒന്ന് പറയാണ്. ദെൻ വിൽ ഹാവ് ദി നിയോ ക്ലാസിക്കൽ പീരീഡ് ഉണ്ട്, ദെൻ റൊമാൻറ്റിക് period, then you will have the Victorian period, and then finally you would have the modern time period. ഇത്രയാണ് നമുക്ക് ഒരു റഫ്ലി ഒരു പീരീഡ് വൈസ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് മോസ്റ്റ് ഓഫൺ നിങ്ങളുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക്കാണ് ബ്രിട്ടീഷ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഏകദേശം നമുക്കൊരു 30 to 35 ക്വസ്റ്റ്യൻസ് യു കുഡ് എക്സ്പെക്ട് ഫ്രം ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ. ഓക്കെ. അപ്പൊ അത്രയും നമ്മൾക്ക് എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അപ്പൊ നമ്മൾ ആ ഒരു ടൈം ലൈൻ, ഏതൊക്കെ ഏജസ് ഏതൊക്കെ ടൈമിലാണ് വരുന്നത്, ആ ഇന്ന ഏജിൽ എന്തൊക്കെയാണ് പ്രോമിനന്റ് ഫീച്ചേഴ്സ്, ലിറ്റററി ഫീച്ചേഴ്സ് ഒക്കെ എന്താണ്, ആൻഡ് ഓൾസോ ദ മേജർ പ്രോമിനന്റ് വർക്ക്സ്, ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫ്രം ദി ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ഓർ ഫ്രം ദിസ് ആംഗ്ലോ സാക്സൺ പീരീഡ്. ഓക്കെ, നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ ബ്രിട്ടനില് ആദ്യമായിട്ട് സെറ്റിൽ ഡൗൺ ചെയ്ത റേസസ് ഏതാണെന്നറിയാമോ? ഫസ്റ്റ് ഏർലിയസ്റ്റ് റേസസ് സെറ്റിൽ ഡൗൺ ഇൻ ബ്രിട്ടൻ ആരാന്നറിയോ? ഹാവ് എനി ഐഡിയ? അത് ഐബീരിയൻസ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഐബീരിയൻസ്. നോട്ട് ചെയ്ത് വെക്കാം. സോ ഐബീരിയൻസ് ആണ് ദ ഫസ്റ്റ് റേസസ്, ഏർലിയസ്റ്റ് റേസസ് ടു സെറ്റിൽ ഇൻ ബ്രിട്ടൻ. അതിനുശേഷം നമുക്ക് ഇങ്ങനെ പറയുന്ന കെൽസും ആംഗ്ലോ സാക്സൻസും ഒക്കെ നമുക്കുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആംഗ്ലോ സാക്സൻസ് വെച്ചാണ് നമ്മൾ ഇവിടെ പറയാം. ഈ ആംഗ്ലോ സാക്സൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 3 ട്രൈബ്സുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. ആംഗ്ലോ സാക്സൺ എന്ന് പറയുമ്പോൾ അതൊരു 3 ട്രൈബ് അതിനകത്ത് ഉണ്ട്. യു മൈറ്റ് നോ ദോസ് 3 ട്രൈബ്സ്. ദേ ആർ ആംഗിൾസ്, സാക്സൺസ്, ജൂട്ട്സ്. അങ്ങനെയുള്ള 3 ട്രൈബ്സുകളാണ് ആംഗ്ലോ സാക്സൺസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ഈ പറയുന്ന 3 ട്രൈബ്സും എന്ത് ചെയ്തു? അവര് ശരിക്കും ലൈ ചെയ്യുന്നത് നമ്മളുടെ ജർമ്മനി, ഡെൻമാർക്ക്, ആ ഒരു സ്ഥലത്താണ് ശരിക്കും ആംഗ്ലോ സാക്സൺസ് ഉള്ളത്. അവിടുന്ന് ദേ കെയിം ടു ഇംഗ്ലണ്ട്, മീൻസ് ബ്രിട്ടൻ. അങ്ങനെ അവിടെ അവര് സെറ്റിൽ ഡൗൺ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? Yes, ma'am. They came. So we have the Angles, the Saxons and the Jutes who came to England and they settled there. അവരുടെ
ആ ഒരു ലാൻഡിലേക്ക് കോമൺ ആയിട്ട് അവർ കൊണ്ടുവന്ന ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമുക്കറിയാം ഐബീരിയൻസും കെൽസും ഒക്കെ വന്നിട്ട് ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നീട് നമുക്കൊരു പ്രോമിനന്റ് ട്രൈബൽ ഗ്രൂപ്പ്സ്, ട്രൈബ്സുകളാണ് ഇവർ. ഓക്കെ, അങ്ങനെ 3 ട്രൈബ്സുകളാണ് ഉള്ളത്: ആംഗിൾസ്, സാക്സൺസ്, ജൂട്ട്സ്. ഇവര് ഇവിടെ വന്ന് ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഇവര് ശരിക്കും ഈ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്നത് അങ്ങനെ എഡ്യൂക്കേഷൻ വൈസ് അങ്ങനെ ഭയങ്കര അങ്ങനെയുള്ള ഒരു ആൾക്കാരൊന്നും ആയിരുന്നില്ല. അവർ കൈൻഡ് ഓഫ് ഒരു ബാർബേറിക് കൈൻഡ് ഓഫ് ഒരു ആൾക്കാരാണ്. പക്ഷെ ഭയങ്കര വിദ്യാഭ്യാസവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നന്നായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ അറിയാമായിരുന്നു. മീൻസ് പൊളിറ്റിക്സ് വൈസ് ചെയ്യാൻ അറിയാമായിരുന്നു. അപ്പൊ അവർക്ക് ഈ പറയുന്ന റിലീജിയൻ പരമായ കാര്യങ്ങളൊന്നും അത്രത്തോളം ഒരു നോളജോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അധീറന്റ് അല്ലായിരുന്നു. We had the Angles, Saxons, and the Jutes. They came to England, they settled down there, and commonly we had the tongue or the language as English. അവരവിടെ വന്നു, സെറ്റിൽ ഡൗൺ ചെയ്തു, സ്ലോലി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, 1 by 1 ഡേ ബിൽഡ് ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്ത് പോവാണ് ആംഗ്ലോ സാക്സൺസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ റഫ്ലി ഒരു ടൈം പീരീഡ് പറയുന്നത് 449 to 1066 AD ആണ്. കാരണം 1066 AD എന്താണ് സംഭവിച്ചത് അറിയാമോ? 1066 AD എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ? നോർമൻ കോൺക്വസ്റ്റ് ഉണ്ടായിരുന്നു. നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സെറ്റിൽ ഡൗൺ ആയ ആൾക്കാർ ആരാണ്? നോർമൻസ് ആണ്. സോ വിച്ച് മീൻസ് ആംഗ്ലോ സാക്സൺസിന് ശേഷം വി ഹാവ് ദ നോർമൻസ് ദർ. ഓക്കെ, അപ്പം 1066 AD നമുക്കുള്ളത് എന്താണ്? നോർമൻ കോൺക്വസ്റ്റ് ആണ്. അപ്പൊ നോർമൻ കോൺക്വസ്റ്റ് വഴി എന്താണ് ഓർമ്മയുണ്ട്? ആരുടെ പേരിലാണ് ഫൈറ്റ് ചെയ്തത്? മുന്നേ എടുത്തിട്ടുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? വില്യം എന്ന് പറഞ്ഞ ആരെങ്കിലും നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമൻഡി ബിക്കെയിം വില്യം ദി കോൺകറർ. ഓർമ്മയുണ്ടോ? യെസ് മാം. യെസ്, അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. ട്രൈ ടു റിക്കലക്ട് സംതിങ്. ഓക്കെ, ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എവിടെയാണ് ഒരു ഐഡിയ, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയാനായിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം വലുതായിട്ട് ഒരു റെസ്പോൺസ് ഇല്ല, വിച്ച് മീൻസ് ഞാൻ നന്നായിട്ട് തന്നെ വീണ്ടും ഒന്നേന്ന് പറയണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ഐ ജസ്റ്റ് സേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോൺസ് ഇസ് നോട്ട് ദാറ്റ് മച്ച് വെരി ക്ലിയർ ടു മീ. സോ അതുകൊണ്ട് ഐ ഡു ദിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് ടൈം പീരീഡ് ഓർ ദി ആംഗ്ലോ സാക്സൺ പീരീഡ് ആണുള്ളത്. അപ്പൊ നമ്മൾ റഫ്ലി പറയുകയാണെങ്കിൽ 449 AD to 1066 AD വരെയാണ് അത് നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിന്റെ ആ ഒരു പെർട്ടിക്കുലർ ടൈം ലൈൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പം വാട്ട് ഈസ് ദ മെയിൻ തിങ് ഇൻ ദാറ്റ്? നമുക്ക് ആ ഒരു സമയത്ത് ആൾക്കാർക്ക് ഈ പറയുന്ന ഫെയ്റ്റിനും കാര്യങ്ങളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ റിലീജിയൻ വൈസ് ഒരു കേസ് എടുക്കുകയാണെങ്കിൽ പേഗനിസവും അതുപോലെ തന്നെ ചേർച്ചും, അപ്പൊ 2 സെറ്റ്സ് ഓഫ് റിലിജൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടും 2 എക്സ്ട്രീം ലെവലിലായിരുന്നു. ഓക്കെ, അതാണ് മറ്റൊരു പോയിന്റ്. പിന്നെ നമുക്കറിയാം ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്നത് ഒരു ബാർബേറിയൻ ഗ്രൂപ്പ്സ് ആണ്. അവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ട്രൈബ്സ് ഗ്രൂപ്പ് വരുന്ന ഒരു ആൾക്കാരാണ് ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുക. അപ്പൊ അവരെല്ലാരും മെയിൻലി നമ്മളുടെ ഒരു ഹീറോയിക് കൈൻഡ് ഓഫ് ആൾക്കാരാണ്. സോ വിച്ച് മീൻസ് അവർക്ക് ഈ പറയുന്ന വാർസ് ആണെങ്കിലും ബാറ്റിൽസ് ആണെങ്കിലും എല്ലാം they were in very awe and they admired this war and battles. Okay, അതാണ് മെയിൻ ആയിട്ടും ഇവർക്കുള്ളത്. ഇത് മെയിൻ ആയിട്ടെന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ ഈ പറയുന്ന ഹീറോയിക് ആയിട്ടുള്ള ഡീഡ്സുകളും ആക്ഷൻസുകളും വാർസും ബാറ്റിൽസും എല്ലാം ദെൻ ടൈമില് ലിറ്ററേച്ചറിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ഹീറോയിക് വാരിയേഴ്സിന്റെ കാര്യം പറയാം. ഓക്കെ, and they express religious faith and give moral instruction through literature. മറ്റൊരു കാര്യം, അപ്പൊ നമ്മൾ ശരിക്കും ഇപ്പൊ ഈ സിനിമകളാണെങ്കിലും നോവൽസുകളും വായിക്കും നമ്മൾ എന്തിനാണ്? നമുക്കൊരു സോർട്ട് ഓഫ് പ്ലഷർ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുക. പക്ഷെ പണ്ട് നമ്മൾ ഈ പറയുന്ന ലിറ്ററേച്ചറിലൂടെ ആൾക്കാർക്ക് ഒരു മോറൽ പേർപ്പസ്, അതായത് മോറലി ഉള്ള ടീച്ചിങ്സും പ്രീച്ചിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേ യൂസ് ലിറ്ററേച്ചർ. അതാണ് പണ്ടത്തെ ഒരു ടൈമിൽ.
ഓക്കെ. അപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു ടൈമിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നോവൽസും നാടകങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പോയിട്രി ആയിരുന്നു പ്രോമിനന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ജോണർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കന്ന് പ്രിന്റിംഗ് പ്രസ് ഇല്ല, മെഷീൻസ് ഇല്ല, പേപ്പർ ഇല്ല, ഇങ്ക് ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം പല ടൈപ്പ് നമ്മൾ ലിറ്ററേച്ചർ ആണെങ്കിലും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് വായ്മൊഴിയായി പറഞ്ഞാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് പേപ്പേഴ്സ് അങ്ങനെയൊന്നും ആയി വന്നിട്ടില്ല, പ്രിന്റിംഗ് പ്രസ്സും അങ്ങനത്തെ ഒന്നും നമുക്ക് വന്നു തുടങ്ങിയില്ല. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും വാസ് ത്രൂ ദ മൗത്ത്, ബൈ ദ വേർഡ് ഓഫ് മൗത്ത് ഓർ ബൈ ഓറൽ ട്രഡീഷനിലൂടെയാണ് ആ ലിറ്ററേച്ചർ ഗോട്ട് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ജനറേഷൻ ടു ദി അനാദർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളത് വി ഹാവ് ദിസ് പ്രോമിനന്റ് ജോൺറ എന്ന് പറയുന്ന പോയിട്രി ആണ്. പിന്നീട് നമുക്ക് വന്നാണ് നമുക്ക് ഡ്രാമാസ് ഉള്ളത്. അതിനുശേഷമാണ് നമുക്ക് എന്തുള്ളത്, നമുക്ക് നോവൽസും ബാക്കിയുള്ള പ്രോസ് ഫോംസിലുള്ള വർക്ക്സുകൾ ഉള്ളത്. ഓക്കെ. അപ്പം ഒരു യുണീക്ക് കൈൻഡ് ഓഫ് ഒരു വേർഡ്സ് ഫോം ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്റ്റൈൽസുകളിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസസും കാര്യങ്ങളുമാണ് നെക്സ്റ്റ് പറയുന്നത്. സെസൂറ എന്ന് പറയുന്ന ആ ഒരു ബ്രേക്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആലിറ്ററേഷൻ, നമ്മുടെ ഡിവൈസസുകൾ യൂസ് ചെയ്യുന്നുണ്ട്, റെപ്പറ്റീഷൻസും 4 ബീറ്റ് റിതംസും. അപ്പം ലിറ്ററേച്ചർ ഇങ്ങനെ ഡെവലപ്പിംഗ്, ഇറ്റ് ഈസ് ഗ്രോയിങ്, ഇറ്റ് ഈസ് ഇവോൾവിങ്. അപ്പം നമുക്ക് വരുമ്പോൾ സ്ലോലി ക്രിസ്ത്യാനിറ്റി, കാരണം ഇവരൊക്കെ വന്ന് നമുക്ക് പ്രീച്ച് ചെയ്യുമ്പോൾ വി ഹാവ് ദിസ് ക്രിസ്ത്യാനിറ്റി. കാരണം മറ്റ് ഒരു കൈൻഡ് ഓഫ് റിലിജനെ കാട്ടിലും കുറച്ചും കൂടി ടു ദി ഫോർ ഫ്രണ്ട് ഇവർ പ്രൊപ്പഗൻഡൈസ് ചെയ്യുന്ന റിലിജൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ആണ്. ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ടു യു. മനസ്സിലായോ? ഇത് ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ക്ലിയർ ആണ് മാം. എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. കാരണം നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ആദ്യം കേൾക്കുമ്പം യു മൈറ്റ് ഫീൽ സം ഡിഫിക്കൽട്ടീസ് സംവേ, അത് കുഴപ്പമില്ല. ബാക്കി ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ആ ഒരു പാത്തിൽ നിങ്ങൾ വന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാകും. ആദ്യം പറയുമ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ടാകും ഡെസിഫർ ചെയ്യാനായിട്ട്, അത് കുഴപ്പമില്ല. സ്ലോലി യു വിൽ ക്യാച്ച് ദിസ്. ഓക്കെ. യെസ്. ഇഫക്റ്റ് ലിറ്ററേച്ചർ ഹാഡ് ഓൺ കൾച്ചർ. അപ്പൊ നമുക്കറിയാം ലിറ്ററേച്ചർ ഇസ് ഓൾവേസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മിറർ ഹോൾഡ് ചെയ്യുന്നതാണ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത്. അപ്പം സൊസൈറ്റി എങ്ങനെയായിരുന്നു, ഹൗ ദ സ്ട്രക്ചർ വാസ്, ഹൗ ദ പീപ്പിൾ വെയർ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ലിറ്ററേച്ചറിലൂടെയാണ്. സോ വിച്ച് മീൻസ് ഇറ്റ് ഹാഡ് എ ഡിറക്റ്റ് ഇമ്പാക്ട് ഓൺ എ കൾച്ചർ. നമ്മുടെ കൾച്ചറിലേക്ക് അതിന് ഡിറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട്. ഓക്കെ. അത് നോർത്തേക്ക്. പിന്നെ റോമൻ ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് ഓറൽ ട്രഡിഷൻ രീതിയിലുള്ള നമുക്കറിയാം ഫോക്ക് ടെയിൽസുകളാണെങ്കിലും ഓറൽ വൈസ് പറയുന്ന കാര്യങ്ങളെല്ലാത്തിനും ആ ഒരു പീപ്പിളിന്റെ പണ്ടത്തെ കുറെ വിശ്വാസങ്ങളും കുറെ മിത്സുകളും കുറെ സീക്രട്ട് ബിലീഫ്സുകളും ഉണ്ടായിരുന്നു. കാരണം ഇവിടെയൊന്നും ഈ പറയുന്ന സയൻസിനോ അല്ലെങ്കിൽ മനുഷ്യരെ കാട്ടിലും ഉപരി ഒരു പ്രാധാന്യം കൊടുക്കുക ഈ പറയുന്ന മിത്തിക്കൽ ആസ്പെക്ട്സ് ആണ്. കാരണം നമുക്ക് ഈ വിക്ടോറിയൻ ഏജ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും ഈ റിലിജനെക്കാട്ടിൽ ഉപരി നമുക്ക് സയൻസ് റീസണിങ് ഉള്ളത്. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല. അപ്പൊ പണ്ടത്തെ ആ ഒരു രീതിയാകുമ്പോൾ അവിടെ കുറെ ട്രഡീഷൻസും വാല്യൂസും ബിലീഫ്സും കസ്റ്റംസും മിത്സും എല്ലാം ദാറ്റ് ഗെറ്റ്സ് ട്രാൻസ്ഫർ ടു ദ പീപ്പിൾ. അങ്ങനെയായിരുന്നു ദ ലിറ്ററേച്ചർ വാസ്. അവിടെ നമുക്ക് മാനിന് ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മൾ ഈ എലിസബത്തൻ ടൈം വരുവാണെങ്കിൽ എല്ലാത്തിന്റെയും സുപ്രീം സെന്റർ എന്ന് പറയുന്ന മാൻ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സോ ഓരോ ഏജും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരോ എവല്യൂഷൻസുകളും ചേഞ്ചസുമാണ് ഹാപ്പനിങ് ടു സൊസൈറ്റി ആൻഡ് ഓൾസോ സൈമൾട്ടേനിയസ്ലി വിത്ത് ലിറ്ററേച്ചർ ടു. ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലൈഫ് സെന്റേർഡ് അറൌണ്ട് ആൻസിസ്ട്രൽ ട്രൈബ്സ് ഓർ ക്ലാൻസ് ദാറ്റ് റൂൾഡ് ദംസെൽസ്. അപ്പം ഫസ്റ്റ് നമുക്കുള്ളത് ആരാണ്? നമ്മുടെ ആംഗിൾസും സാക്സൺസും ജൂട്ട്സും ആണ് നമുക്കുള്ളത്. പിന്നീട് വി ഹാവ് ദ ഡെയിൻസ്. ഓക്കെ, അത് നോട്ട് ആംഗിൾസും സാക്സൺസും ജൂട്ട്സും ആൻഡ് ദെൻ വി ഹാവ് ദ ഡെയിൻസ്. നമ്മുടെ വൈക്കിംഗ് ഇൻവേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഡെയിൻസ് കൊണ്ട് പറയാം. അപ്പൊ നമുക്ക് കെൽസ്, ഐബീരിയൻസ്, കെൽസ്, ആംഗ്ലോ സാക്സൺസ്, ഡെയിൻസ്, നോമൻസ്, അങ്ങനെയാണ് ആ ഒരു ട്രാക്ക് പോണത്. ഡു ഐ നീഡ് ടു റിപ്പീറ്റ് ദാറ്റ്? ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലണ്ടിൽ ഓരോരുത്തർ 1 by 1 ആയിട്ട് വന്ന് സെറ്റിൽ ഡൗൺ ചെയ്തതിന്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഐബീരിയൻസ് ഉണ്ട്, കെൽസ് ഉണ്ട്, ആംഗിൾസ്, സാക്സൺസ്, ജൂട്ട്സ്, ഡെയിൻസ്, നോമൻസ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണെന്ന് ഐ എം തിങ്കിങ്. ഓക്കെ, ഓക്കെ അല്ലേ?
Yes, Yes, ma'am. ma'am. later they were agriculture. ഇനി ഇത് നമുക്ക് വർക്ക്സുകൾ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ വർക്ക്സുകൾ എന്ന് പറയുന്നത്. വളരെ 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 നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉള്ള വർക്ക് ആണ് ബിയോൾഫ്. ബിയോൾഫിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല. ഓക്കെ, ഐ ജസ്റ്റ് സേ ഇറ്റ്, ഡോണ്ട് വറി. അപ്പം നമ്മുടെ ബിയോൾഫ് എന്ന് പറയുന്നത് അനോണിമസ് ആയിട്ട് ഉള്ള ഒരു വർക്ക് ആണ്. സോ ഇത് നമ്മുടെ ആംഗ്ലോ സാക്സൺ പോയട്രി ആണ്. കാരണം മോസ്റ്റ് പ്രോമിനന്റ് ജോൺട്രി എന്ന് പറയുന്ന ഏതാണ്? പ്രോമിനന്റ് ജോൺട്രി എന്ന് പറയുന്നത് നമ്മുടെ പോയട്രി ആണ്, മറ്റൊന്നുമല്ല. സോ ഫസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത് അതാണ്. അപ്പൊ നമ്മുടെ ബിയോൾഫ് എന്ന് പറയുന്നത് ഒരു പോയമാണ്. ഓക്കെ, ഇറ്റ്സ് എ പോയം. നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പോയം ആണ്. ഇതില് നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് 3182 ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ് 3182. 3182 ലൈൻസ്. ഇനി പറയുന്ന പോയിന്റ്സുകൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്, പ്ലീസ് ഡു നോട്ട് ഇറ്റ്. ഓക്കെ, നമ്മുടെ ഒരു ഓൾഡ് ഇംഗ്ലീഷ് പോയം ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് 3182 ലൈൻസ് ആണ് നമുക്കുള്ളത്. ഇനി ഈ ഒരു പോയം എന്തിനെ പറ്റിയാണുള്ളത്? സോ ഇത് നമ്മളുടെ ആ ഒരു ജർമ്മൻ ഹീറോയിക് ലെജൻഡ്, അല്ലെങ്കിൽ ആ ട്യൂട്ടൻസിന്റെ ആ ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ് നമ്മൾ ഈ പറയുന്ന ബിയുൾഫ് എന്ന് പറയുന്നത്. ഓക്കെ, ബിയുൾഫ് എന്ന് പറയുന്നത്. ഇതില് യൂസ് ചെയ്ത ഡയലക്റ്റ് പോയമാണ്. 3182 ലൈൻസ് ആണ്. എപ്പിക് പോയമാണ്. എഴുതിയിട്ടുള്ള ഡയലക്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് സാക്സൺ ഡയലക്റ്റ് ആണ്. ഓക്കെ, വെസ്റ്റ് സാക്സൺ ഡയലക്റ്റ്. ഓക്കെ, വെസ്റ്റ് സാക്സൺ ഡയലക്റ്റ്. അപ്പം വാട്ട് ഈസ് ദിസ് ബിയുൾഫ് അബൌട്ട്? ബിയുൾഫ് എന്തിനെ കുറിച്ചാണ്? എന്തെങ്കിലും കൈൻഡ് ഓഫ് ഐഡിയ ഉണ്ടോ ബിയുൾഫ് ആരാണെന്ന്? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ബിയോൾഫ് എന്ന് പറയുമ്പം, ബിയോൾഫ് ഇപ്പൊ നമുക്ക് ഇതിന് എന്ന് കമ്പോസ് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊന്നും കറക്റ്റ് നമുക്ക് പ്രിസൈസ് ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ബിയോൾഫ് എന്ന് പറയുന്നത് ഒരു ഹീറോയാണ്. സോ ബിയോൾഫ് എസ് എ ഹീറോ ആണ്. ഓക്കെ, ബിയോൾഫ് എസ് എ ഹീറോ. ഏതിന്റെ ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈസ് എ ഹീറോ ഓഫ് ദ ഗേറ്റ്സ്. ഓക്കെ, GEATS. ഇതൊക്കെ നോട്ട് ചെയ്തേക്കണേ. മോസ്റ്റ് പ്രോമിനന്റ് വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ ആണ്. നിങ്ങൾ ഡിഗ്രി ടൈമിൽ കേട്ടിട്ടുണ്ടാകും ഈ വർക്ക്സും നെയിംസും എല്ലാം. ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മുടെ ബിയോൾഫിന്റെ ലൈഫിൽ സംഭവിക്കുന്ന രണ്ട് മേജർ ഈവന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. രണ്ട് ഈവന്റ്സ്. ഓക്കെ, അപ്പം രണ്ട് ഈവന്റ്സ് ആണ് ബിയോൾഫിനകത്തുള്ളത്. മീൻസ് ഒരു ഈവന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിയോൾഫ് വളരെ ചെറുതായിരുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു മോൺസ്റ്ററിനെ കൊന്നുകളഞ്ഞു. മോൺസ്റ്ററിന്റെ പേരെന്താണ്? ദ നെയിം ഓഫ് ദി മോൺസ്റ്റർ ഇസ് ഗ്രൻഡൽ. ഗ്രൻഡൽ. വൺസ് അഗൈൻ ഞാൻ പറയാം, ബിയോൾഫ് ഉണ്ട്, നമ്മളുടെ ഹീറോ ആണ്. ആൻഡ് ബിയോൾഫ് എന്ന് പറയുന്ന പോയത്തിനകത്ത് രണ്ട് സ്റ്റോറീസ് ആണ് പറയുന്നത്. രണ്ട് സ്റ്റോറീസ് മീൻസ് ബിയോൾഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്ന രണ്ട് മേജർ ഈവന്റ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ഇതില് ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിയോൾഫ് ഗ്രൻഡൽ എന്ന് പറയുന്ന ഒരു മോൺസ്റ്ററിനെ കൊന്നുകളയും. അതാണ് ഫസ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ദ സ്റ്റോറി ഹാപ്പൻസ് 50 years later. 50 വർഷത്തിന് ശേഷമാണ് ഇതുള്ളത്. അപ്പം 50 വർഷത്തിന് ശേഷം ബിയോൾഫ് അഗൈൻ ഡിഫീറ്റ്സ് എ ഡ്രാഗൺ. വീണ്ടും ഈ ഗ്രൻഡൽ എന്ന് പറയുന്ന മോൺസ്റ്റർ ഡ്രാഗൺ ആണ്. രണ്ടാമതും ഒരു ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മോർട്ടലി വൂണ്ടഡ് ആവുകയും നമ്മുടെ ബിയോൾഫ് മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ബിയോൾഫ് എന്ന് പറയുന്ന ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയിലെ എപ്പിക് പോയത്തിനകത്ത് പറയുന്ന സ്റ്റോറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ടോട്ടൽ വി ഹാവ് 3182 ലൈൻസ് ആണ് നമുക്ക് ബിയോൾഫിനകത്തുള്ളത്. ഓക്കെ, the next one we have is the Exeter book. Okay, ഇത് നമ്മളുടെ ആ ഒരു ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയിലെ വൺ ഓഫ് ദി പ്രോമിനന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് നമ്മളുടെ എക്സീറ്റർ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സീറ്റർ ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് മേജർ ആയിട്ട് ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയിൽ 4 മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? 4 ഏതൊക്കെയാണ്? എക്സീറ്റർ ഓർമ്മയുണ്ടോ? Yes, ma'am. പറഞ്ഞോ. Vercelli book, ഓക്കെ, novel codex, Junius മനസ്സിലായി. manuscript. ജൂനിയസ് മാൻസ്ക്രിപ്റ്റ്,
എക്സീറ്റർ, Novel. വേഴ്സലി. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, 4 ഉണ്ട്. അപ്പൊ അതിൽ പെടുന്നതാണ് നമ്മുടെ ആ ഒരു മാനുസ്ക്രിപ്റ്റ്സ് ഉള്ള വൺ അമംഗ് ദോസ് 4 ആണ് അത്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് വെനറബിൾ ബീഡ്. വെനറബിൾ ബീഡ്, എനി ഐഡിയ, എനിവൺ? Celestial History of England. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷിനത്. ഓക്കെ, സോ ദറ്റ് ഈസ് ദ വെനറബിൾ ബീഡ് എന്ന് പറയുന്നത്. വെനറബിൾ ബീഡ് ആരാണ്? ബീഡ് എന്ന് പറയുന്നത് ഹീസ് ആക്ച്വലി ഒരു മങ്കാണ്, MONK, മങ്കാണ്. അപ്പൊ നമ്മളുടെ ഈ സമയത്ത് ഒരു പ്രോമിനന്റ് പ്രോസ് റൈറ്റർ ആണ്. നമ്മൾ ഇത്രയും പോയിട്രി എന്ന് പറയുമ്പോൾ വി ഹാവ് ദ പ്രോസ് റൈറ്റർ, ദാറ്റ് ഈസ് വെനറബിൾ ബീഡ്. അദ്ദേഹം ഏറ്റവും നോട്ടബിൾ വർക്ക് എന്ന് പറയുന്നത് എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റേസ്. ഓക്കെ, എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റേസ്. ഇതാണ് വെനറബിൾ ബീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു വർക്കിന്റെ കാര്യം പറയാം. ഓക്കെ, ബീഡ് ഇസ് എ മങ്ക് ആണ്. യെസ്, അതാണ് നമ്മളുടെ ഫസ്റ്റ് നമ്മളുടെ ഏജ് ആയിട്ടുള്ള ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്. നിങ്ങൾ ഈ ഓരോ ഏജ് വൈസും എന്തൊക്കെയാണ് ഉള്ളത്, മേജർ റൈറ്റേഴ്സ് അല്ലെങ്കിൽ മേജർ വർക്ക്സ് ഏതാണ്, അതിന്റെ ഒരു വളരെ ഷോർട്ട് ആയിട്ട് സൊസൈറ്റി എങ്ങനെയായിരുന്നു, ഹൗ വാസ് എ ട്രെൻഡ് എന്നുള്ളത് പഠിച്ചു. അത്രയുള്ളൂ, വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് അങ്ങനത്തെ ഒരു ഓവറോൾ ഐഡിയ ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ടൈം ലൈൻ ക്ലിയർ ആണല്ലോ. The first age is clear. Shall I move to the second one? Yes, ma'am. I hope this is clear. Doubts എന്തെങ്കിലും even വളരെ ബേസിക് ഡൗട്ട് ആണെങ്കിലും ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക്. ഓക്കെ, നിങ്ങൾക്ക് വളരെ തോന്നുന്ന വളരെ ബേസിക്, നിങ്ങൾക്ക് അത് നോട്ട് വർത്തി അല്ലാന്ന് തോന്നിയാലും ഒന്നും വറി ചെയ്യേണ്ട. വാട്ട് ഈസ് ബോദറിങ് യു എന്നുള്ളത് അപ്പോഴേ നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാനുള്ള ഡൗട്ട് ചോദിക്കുക. കാരണം യു ഹാവ് ടു മേക്ക് എവറിത്തിങ് ക്ലിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കുക, നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മളപ്പോ അങ്ങനെ ആംഗ്ലോ സാക്സൺസ് എല്ലാവരും നമ്മൾ പതുക്കെ നമ്മൾ ആംഗിൾസും സാക്സൺസും ജൂട്ട്സ് ഒക്കെ നിന്നിട്ട് നമുക്ക് നേരെ എങ്ങടേക്ക് പോവാം? വി ക്യാൻ സ്ട്രെയിറ്റ്ലി ഗോ ടു ദി മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. അപ്പൊ അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1066 to 1485 എന്ന് പറയുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പൊ നമ്മള് നോർമൻസ് ടു ദി ട്യൂഡേഴ്സ് ഇതെന്ന് പറയുമ്പോഴേ ഈ 1066 തൊട്ട് ആരുടെ റൂൾ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? നോർമൻസ്, NORMANS. നമുക്ക് നമ്മുടെ ട്യൂഡർ ഡൈനാസ്റ്റിയുടെ ടൈം ലൈൻ ആണ്. ട്യൂഡർ ഒക്കെ ഫെമിലിയർ ആയിരിക്കുമല്ലോ. നോർമൻസ്, ട്യൂഡർ ഫെമിലിയർ ആണോ? ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ട്യൂഡർ ഡൈനാസ്റ്റി, TUDOR? No, ma'am. കേട്ടിട്ടില്ല? കേട്ടിരിക്കുന്നു. കേട്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, ജസ്റ്റ് ഗോട്ട് എ ബിറ്റ് ഷോക്ക്ഡ്. ഓക്കെ, എനിക്ക് നിങ്ങളിൽ കുറെ പേര് പുതുതായിട്ട് വന്നവരുണ്ട്. എന്റെ ക്ലാസ് മുന്നേ കേട്ടവരുണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ ഐ ക്യാൻ ഗോ ലൈക്ക് ഫാരിന്ന് നോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെന്നാണോ ഇല്ലെന്നാണോ? ട്യൂഡർ ഡൈനാസ്റ്റി, ആർ യു ഫെമിലിയർ വിത്ത് ട്യൂഡർ ഡൈനാസ്റ്റി? യെസ് ഓർ നോ? Yes, ma'am. ഓക്കെ, ഒരാൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ അന്നേരം പറയാം. കാരണം ഞാൻ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പറയും ക്ലാസ്സിൽ മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ വരാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. കാരണം എനിക്കൊരു ബെറ്റർ ഒരു ക്ലാസ്സിന് ഒരു ഫ്ലോ കിട്ടാനായിട്ടാണ് ഐ എം ആസ്കിങ് അഗൈൻ ആൻഡ് അഗൈൻ. കാരണം നിങ്ങൾക്ക് ഇതൊക്കെ പരിചയമാണോ അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ബിൻ എ വെരി ലോങ് ടൈം. നമ്മളൊരു ഒക്ടോബറിലാണ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്, ലൈവ് സെഷൻ. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് നിങ്ങൾക്ക് എഴുതിയത്. അപ്പൊ അത്രയും ഒരു 4 to 5 months ഗ്യാപ്പ് ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. അടുപ്പിച്ചായിരുന്നു എനിക്ക് ആ പ്രശ്നം വരത്തില്ല. ഓക്കെ, അപ്പം നമുക്കത് ട്യൂഡർ ഡൈനാസ്റ്റി നമ്മൾ ആ സമയത്ത് ഞാൻ പറയാവേ. സോ തൽക്കാലം ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്ക് നമുക്ക് ആംഗിൾസും സാക്സൺസും ഒക്കെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്തു. അതിനുശേഷം നമ്മുടെ വൈക്കിംഗ് ഇൻവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഡെയിൻസുമായിട്ടുള്ള
ആ ഒരു കോമൺ ലോ എല്ലാം എസ്റ്റാബ്ലിഷ് ആകുന്നത്. അതിനുശേഷമാണ് നമുക്ക് 1066 AD നോർമൻ കോൺക്വസ്റ്റ് സംഭവിക്കുന്നത്. അവിടെ നിന്നാണ് വി ക്യാൻ സേ ദ ബിഗിനിങ് ഓർ വി ക്യാൻ മാർക്ക് ദി ബിഗിനിങ് ഓഫ് ദി മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ഇൻ ലിറ്ററേച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത് 1066 നോർമൻ കോൺക്വസ്റ്റ് തൊട്ട് ഹെൻറി ട്യൂഡർ ത്രോണിൽ കയറുന്ന വർഷം വരെയുള്ള സമയമാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. അതായത് നമ്മളുടെ നോർമൻ കോൺക്വസ്റ്റ് തൊട്ട് ഹെൻറി ട്യൂഡർ മീൻസ് നമ്മുടെ ട്യൂഡർ ഡൈനാസ്റ്റിയിൽ ബിലോങ് ചെയ്യുന്ന വ്യക്തിയാണ് ഹെൻറി. ഹെൻറിയുടെ ആ ടൈം പീരീഡ് വരെയുള്ള ടൈം സ്പാനെയാണ് നമ്മൾ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് പറയണത്. ഓക്കെ, യെസ്. അപ്പം ഇവിടെ എന്താ വെച്ചാൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ നമുക്കറിയാം ആംഗ്ലോ സാക്സൺസ് എല്ലാരും പവറിലൊക്കെ വന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. അവരിങ്ങനെ 7 കിങ്ഡംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിന് പറയുന്ന പേരെന്താണ്? ആ കിങ്ഡം, ആ ഒരു ഹൈറാർക്കിക്ക് ആംഗ്ലോ സാക്സൺസ് 7 കിങ്ഡംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന്റെ പേരെന്താണ്? ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി. അതിൽ നമുക്ക് 7 കിങ്ഡംസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് 7 കിങ്ഡംസ്? Mercia, East Anglia, Wessex, Kent, Essex, Sussex, Northumbria. ഏഴെണ്ണം ആയോ? ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി എന്ന് പറയുമ്പം നമ്മളുടെ ആംഗ്ലോ സാക്സൺസ് ഇംഗ്ലണ്ടിൽ വന്ന് റൂളും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മളുടെ ആംഗ്ലോ സാക്സൺസ് അത്യാവശ്യം നമ്മുടെ ബ്രിട്ടൻ വലിയൊരു സ്പേസ് ആയിരുന്നു. അപ്പം അതിനെന്ത് ചെയ്തു? ഇവര് 7 കിങ്ഡംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 7 കിങ്ഡംസ്, അങ്ങനെയാണ് ഹെപ്റ്റാർക്കി. സോ ദ ആംഗ്ലോ സാക്സൺസ് ആണ് ഡിവിഷൻ കൊണ്ടുവന്നത് കൊണ്ട് വി നെയിം ഇറ്റ് ആസ് ദി ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി. അങ്ങനെ നമുക്ക് 7 കിങ്ഡംസ് ഉണ്ട്. അതൊന്നെന്ന് പറയുന്നത് എസെക്സ്, വെസെക്സ്, സസെക്സ്, കെന്റ്, ഈസ്റ്റ് ആംഗ്ലിയ, നോർത്തംബ്രിയ, മേഴ്സിയ. 7 ആയിട്ടില്ലേ? എസെക്സ്, സസെക്സ്, വെസെക്സ്, പിന്നെ ഈസ്റ്റ് ആംഗ്ലിയ, മേഴ്സിയ, നോർത്തംബ്രിയ, കെന്റ്. 7 കിങ്ഡംസ് ഉണ്ട്. 7 കിങ്ഡംസ് ആണ് നമ്മളുടെ ആംഗ്ലോ സാക്സൺസ് ഹെപ്റ്റാർക്കിയിലുള്ളത്. ഞാൻ എഴുതണോ കിങ്ഡംസ് ഇവിടെ? എഴുതണോ വേണ്ടയോ? ഇങ്ങനെയാ? ഹലോ, ഡു ഐ നീഡ് ടു റൈറ്റ്? നോ, ഫൈൻ. ഇപ്പൊ 7 കിങ്ഡംസ് ഉണ്ട് ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി റൂളിനകത്ത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇവിടെ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിന്റെ സമയത്ത് നമുക്കറിയാം നമ്മുടെ വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമൻഡി എന്നുള്ള ആള് നമുക്ക് ഇവിടെ ആംഗ്ലോ സാക്സൺസ് എഡ്വേർഡ് അവിടെ ഹാരൽഡൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയാണ് നമുക്ക് ഇവര് ഹാരൽഡുമായിട്ട് ഡിഫീറ്റ് ചെയ്തിട്ട് പിന്നീട് വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമൻഡി ബിക്കെയിം വില്യം ദി കോൺകറർ. അങ്ങനെ നമ്മളുടെ നോർമൻ ഇൻവേഷൻ ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നത് വിത്ത് ദി അക്സെന്റ് ഓഫ് ദി നോർമൻ കോൺക്വസ്റ്റ് വെച്ചിട്ടാണ് അവിടെ അത് സംഭവിക്കുന്നത്. ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടി വരും മനസ്സിലാക്കാനായിട്ട്. ഒന്നുകൂടെ പറയാം. 1066 AD ആ സമയത്ത് നമുക്ക് ഇംഗ്ലണ്ടിന്റെ സൈഡും ഉണ്ട്, നമ്മളുടെ നോർമൻസിന്റെ സൈഡും ഉണ്ട്. അപ്പൊ 2 കൂട്ടരും തമ്മിൽ എന്താവും? ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് ചോദിക്കാം. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എഡ്വേർഡ് എന്ന് പറഞ്ഞൊരു കിങ് ഉണ്ടായിരുന്നു. എഡ്വേർഡ് എന്ന് പറയാൻ നമ്മളുടെ ആംഗ്ലോ സാക്സൺസിൽ ഉള്ളതാണ്. പുള്ളിയുടെ ഡെത്തിന് ശേഷം ത്രോണിലേക്ക് ആര് വരും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ പേരും പറഞ്ഞാണ് ഈ പറയുന്ന ഫൈറ്റും കാര്യങ്ങളും ഉണ്ടായതും. അങ്ങനെയാണ് അത് നോർമൻ കോൺക്വസ്റ്റിൽ അവസാനിക്കുന്നതും. ഈ പറയുന്ന വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമൻഡി, വില്യം ദി കോൺകറർ ആയിട്ട് ഇംഗ്ലണ്ടില് റൂള് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, വില്യം വേഴ്സസ് ഹാരൾഡ് ആണ് ആ ഫൈറ്റ് നടക്കുന്നത്. സോ വില്യം വേഴ്സസ് ഹാരൾഡ് ആണ് നോർമൻ കോൺക്വസ്റ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഹാരൾഡിന് എന്ത് പറ്റി? ഹാരൾഡ് വാസ് ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് ബൈ വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമൻഡി ഇൻ ദി നോർമൻ കോൺക്വസ്റ്റ്. 1066 AD നടന്ന ആ ഒരു ബാറ്റിൽ. സോ 1066
നടന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ നോമൻ കോൺക്വസ്റ്റ് എന്ന് പറയാം. അപ്പം ഇതിന്റെ തീംസും കാര്യങ്ങളും അഗൈൻ നമുക്കറിയാം. ഈ ആൾക്കാർക്ക് ഈ പറയുന്ന കണക്ക് അത്രത്തോളം മീൻസ് എഡ്യൂക്കേഷൻ വൈസ് അത്രയും എല്ലാവർക്കും എഡ്യൂക്കേഷൻ കാര്യങ്ങളൊന്നും റിസീവ് ചെയ്തിട്ടില്ല. അപ്പൊ സൊസൈറ്റി അത്രത്തോളം ഒരു ഭയങ്കര ലിറ്ററേറ്റ് സൊസൈറ്റി ആയിരുന്നില്ല. അപ്പൊ നമുക്ക് സ്ലോലി ഇവിടെ പ്ലേസിന്റെ എമർജൻസ് നമുക്ക് കാണുന്നുണ്ട്. കാരണം മുന്നേ നമുക്ക് പോയട്രി ആയിരുന്നു ഒരു പ്രോമിനന്റ് ജോൺറ എങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് ടൈമിൽ വരുമ്പം നമുക്ക് ഈ പറയുന്ന പ്ലേസും കാര്യങ്ങളും എല്ലാം പ്രോമിനന്റ് ആയിട്ടുണ്ട്. അപ്പൊ പ്ലേസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? എന്റർടൈൻമെന്റ് അല്ല, ഇൻസ്ട്രക്ട്. ആര് ഇൻസ്ട്രക്ട് ചെയ്യുക? ഇല്ലിട്രേറ്റ്. എവിടാ? നമുക്ക് സോ കോൾഡ് മോറൽസും റിലീജിയനെ കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്ത ആൾക്കാർക്ക് പ്ലേസ് കാണുന്നത് വഴി റിലീജിയന്റെ ടീച്ചിങ്സും പ്രീച്ചിങ്സും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലേസ് വെർ പെർഫോംഡ് ഡ്യൂറിംഗ് ദി മിഡിൽ ഇംഗ്ലീഷ് ടൈം. സോ അതിൽ നമുക്ക് ഷിവൽറി, കോഡ് ഓഫ് ഓണർ, റൊമാൻസസും പിന്നെ റിലീജിയസ് ഡിവോഷൻ ബേസ്ഡ് തീംസും കോണ്ടന്റും ആയിരുന്നു മിഡിൽ ഇംഗ്ലീഷ് ടൈം പീരീഡിലെ പ്ലേസിനകത്ത് മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഡിഫറെന്റ് ജോൺറാസ് നോക്കാം. അപ്പം അതില് നമുക്ക് ഓറൽ ട്രഡീഷൻ, നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന അതേ ഒരു ഓറൽ ട്രഡീഷൻ മിഡിൽ ഇംഗ്ലീഷ് ടൈം പീരീഡിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ ഫോക്ക് ബാലൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് മിസ്റ്ററി പ്ലേസ്, മിറാക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഡു ഹാവ് എനി ഐഡിയ? മിസ്റ്ററി പ്ലേസ് എന്താണ്? മിസ്റ്ററി പ്ലേസും മിറാക്കിൾ പ്ലേസും ഡിഫറൻസ് ഒന്ന് പറയാമോ? ഒന്ന് സെയിന്റും മറ്റേത് ബൈബിളിനെയും പറ്റിയാണ്. ഓക്കെ, അപ്പം മിസ്റ്ററി പ്ലേസ് എന്ന് പറയുന്നത് നമ്മളുടെ ബൈബിളൊക്കെ ഇല്ലേ, സ്ക്രിപ്ചേഴ്സ്, അതിൽ നിന്ന് ബേസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പ്ലേസുകളെയാണ് നമ്മൾ മിസ്റ്ററി പ്ലേസ് എന്ന് പറയുന്നത്. മിസ്റ്ററി പ്ലേസ്. ഓക്കെ, ഇനി ഇത് നോർമലി എല്ലാവർക്കും കൺഫ്യൂഷൻസ് വരുന്ന ഒരു കേസ് ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് ഞാനിത് പറയണത്. മിറാക്കിൾ പ്ലേസ് എന്ന് പറയുമ്പം ഈ നമ്മുടെ സെയിൻസുകൾ, നമ്മൾ ഈ സന്യാസിമാർ അങ്ങനെ പ്രീസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ ലൈഫുകളിൽ കാണിക്കുന്ന അത്ഭുതങ്ങൾ ഉണ്ടാകുമല്ലോ, മീൻസ് കുറെ മിറാക്കിൾസ് അവർ കാണിക്കുന്നതിനെയാണ് മിറാക്കിൾ പ്ലേസിന്റെ അണ്ടറിൽ വരുന്നത്. വൺസ് അഗൈൻ ഞാൻ പറയാം, മിസ്റ്ററി പ്ലേസും ഉണ്ട്, മിറാക്കിൾ പ്ലേസ് ഉണ്ട്, മൊറാലിറ്റി പ്ലേസ് ഉണ്ട്. ഓക്കെ, അപ്പം മിറാക്കിൾ പ്ലേസിനകത്ത് നമ്മുടെ ഈ ചേർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സെയിൻസുകളൊക്കെ പെർഫോം ചെയ്യപ്പെടുന്ന ഒരു അത്ഭുതങ്ങളെയാണ് നമ്മൾ മിറാക്കിൾ പ്ലേസിലൂടെ പറയുന്നത്. മിസ്റ്ററി പ്ലേസ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ബൈബിൾ അല്ലെങ്കിൽ സ്ക്രിപ്ചേഴ്സിലൊക്കെ പറയുന്ന സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മിസ്റ്ററി പ്ലേസ്. ക്ലിയർ ആണോ? യെസ് മാം. ഞാൻ അങ്ങനെയായിരുന്നു പഠിച്ചത്. സോ ഞാനത് സെയിം മെത്തേഡ് തന്നെയാ പറഞ്ഞത്. അപ്പൊ എനിക്ക് നോർമലി കൺഫ്യൂഷൻസ് അങ്ങനെ വരത്തില്ല, ബിക്കോസ് ഞാൻ അങ്ങനെ പഠിച്ചത് കൊണ്ട് എന്റെ മൈൻഡിൽ എപ്പോഴും വരും. മിറാക്കിൾ എന്ന് പറയും ആ ഒരു ഇമേജ് എന്റെ മൈൻഡിൽ വരുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. യെസ്, ദെൻ യു ഹാവ് മൊറാലിറ്റി. മൊറാലിറ്റി എന്ന് പറയുമ്പം നമ്മുടെ വൈസ് അങ്ങനെ വരുന്ന തീംസുകളെ എക്സ്പോസ് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് പ്ലേസ് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഈ പറയുന്ന കണക്ക് മൊറാലിറ്റി പ്ലേസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൊറാലിറ്റി പ്ലേസ് എന്നുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, മൊറാലിറ്റി പ്ലേസ്. അടുത്ത് വന്നിട്ട് നമുക്ക് എപ്പിതെറ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ടോക്ക് എപ്പിതെറ്റ്സ്, ഇതൊരു സ്റ്റോക്ക് എപ്പിതെറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ അതിൽ ഡിസ്ക്രിപ്റ്റീവ് വേർഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പേഴ്സണിനെയോ ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈവന്റിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് നമ്മൾ എപ്പിതെറ്റ്സും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കെന്നിങ്സ് പോലത്തെ കുറെ സ്റ്റോറീസും കാര്യങ്ങളും ഫ്രെയിം ചെയ്യുന്നു. ആൻഡ് മോറൽ വാല്യൂസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാത്തിന്റെയും പ്ലേസും കാര്യങ്ങളും എല്ലാം പെർഫോം ചെയ്യുന്നത് ആ ഒരു റിലീജിയൻ വൈസ് പ്രൊപ്പഗൻഡൈസ് ചെയ്യാനും ആൻഡ് ഓൾസോ മോറൽ വാല്യൂസ് പ്രീച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് മോസ്റ്റ് ഓഫൺ നമ്മുടെ പ്ലേസും കാര്യങ്ങളും എല്ലാം പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ലിറ്ററേച്ചറിന് എന്താണ് മിഡീവൽ ടൈം പീരീഡില് കൾച്ചറിലുള്ള ഇൻഫ്ലുവൻസ്? ലെറ്റ്സ് സീ. യെസ്, നമ്മുടെ ചേർച്ചിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്? ആൾക്കാരിലേക്ക്
ചർച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി വാല്യൂസ് ഇൻസ്ട്രക്ട് ചെയ്യാം. എങ്ങനെ? നമ്മളുടെ മൊറാലിറ്റി പ്ലേസിലൂടെയും മിറാക്കിൾ പ്ലേസിലൂടെയുമാണ് ചേർച്ചിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവർ ഉപയോഗിച്ചു. വിയക്കൾ എന്ന് പറയുന്നത് മൊറാലിറ്റി ആൻഡ് മിറാക്കിൾ പ്ലേസ് യൂസ് ചെയ്താണ് ചേർച്ചിന്റെയും ക്രിസ്ത്യാനിയുടെ ഒക്കെ വാല്യൂസും മോറൽസും എല്ലാം പ്രീച്ച് ചെയ്തത്. സോ അതുകൊണ്ട് ഇപ്പം വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഈ നാടകങ്ങൾ കൺമുന്നിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു നാടകം കാണാനായിട്ട് നമുക്ക് വിദ്യാഭ്യാസം കാര്യങ്ങൾ വേണ്ടല്ലോ, ലിറ്ററേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ കാണുമ്പോൾ അത് കണ്ട് അവർക്ക് മനസ്സിലായിട്ട് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ പാത്വേയിലേക്ക് പോകാൻ പറ്റും. അതാണ് ഒരു മെയിൻ ഐഡിയ. യെസ്. പിന്നെന്താണ്? ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്രൂസേഡ്സ് ബ്രിങ് ദി ഡെവലപ്മെന്റ് ഓഫ് എ മണി എക്കണോമി ഫോർ ദി ഫസ്റ്റ് ടൈം ആണ്. പിന്നെ ട്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വില്യം ദി കോൺകറർ, വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമൻഡി ബിക്കെയിം വില്യം ദി കോൺകറർ ആണ് 1066. പിന്നെ ഹെൻറി ദ തേർഡ് ക്രൗണ്ട് കിങ് ഇൻ 1154. ഇദ്ദേഹം കുറെ ജുഡീഷ്യൽ സിസ്റ്റമും കാര്യങ്ങളും എല്ലാം അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ജുഡീഷ്യൽ സിസ്റ്റം, എക്കണോമിക് സിസ്റ്റത്തിനകത്തൊക്കെ കുറേശ്ശെ നമുക്ക് ചേഞ്ചസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ സമയത്തുള്ള മെയിൻ വർക്ക്സ് ആണ് സർ ഗവെയിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ് ആണ്. അതൊരു പോയം തന്നെയാണ്. പിന്നെ ലെമോട്ടി ഡി ആർത്തർ ഉണ്ട്, ഡൂംസ്ഡേ ബുക്ക്, പിന്നെ ജെഫ്രി ചോസർ. ചോസർ ഉണ്ടത് നമ്മുടെ നോട്ട്സിനകത്ത് ഉണ്ടാകും. ഹി ആസ് എ പോയിന്റ് എത്രത്തോളമാണ് കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോട്ട്സിലൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. അപ്പൊ മെയിൻ വ്യക്തിയാണ് നമ്മളുടെ ജെഫ്രി ചോസർ എന്ന് പറയാം. ഓക്കെ, ജെഫ്രി ചോസർ. ഓക്കെ, ഈ ഡൂംസ്ഡേ ബുക്ക് എന്താണെന്ന് ഡു ഹാവ് എൻ ഐഡിയ? ഡൂംസ്ഡേ ബുക്ക് ഒരു ഐഡിയ ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഡൂംസ്ഡേ ബുക്ക്? ഇല്ല. ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മളുടെ നോർമൻസ് ഇംഗ്ലണ്ടിൽ വന്ന് കോൺകർ ചെയ്തു. അപ്പൊ അവര് നമ്മുടെ വില്യം ഉണ്ടല്ലോ, പുള്ളി വന്ന് എല്ലാം കോൺകർ ചെയ്തു. അവിടെ റൂൾസും കാര്യങ്ങളൊക്കെ സ്ലോലി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പം അവര് വന്നപ്പം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സിസ്റ്റമാണ് ഫ്യൂഡലിസം. FEUDALISM, ഫ്യൂഡലിസം. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഇതില്ലേ ലാൻഡിന് ടാക്സ് അല്ലെങ്കിൽ റെന്റ്, നമ്മൾ ടെന്യൂർ ബേസ്ഡിനകത്ത് നമ്മൾ ഈ ടാക്സും കാര്യങ്ങളൊക്കെ പേ ചെയ്യും. അങ്ങനെ വരുന്നതിന് ഒരു ലാൻഡ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. കാരണം ഈ കർഷകർ അല്ലെങ്കിൽ പെസൻസിന് സ്വന്തമായിട്ട് ഭൂമി ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഈ ഭൂമിയൊക്കെ ഉണ്ടാവുക നമ്മളുടെ കിങ്ങിനും നോബിൾ മെന്നിനും മാത്രമായിരിക്കും. അപ്പൊ ഈ നമ്മളുടെ ഹയർ ക്ലാസിന്റെ ലാൻഡിനകത്ത് സാധാരണക്കാര് വർക്ക് ചെയ്യും. അപ്പം അവര് വർക്ക് ചെയ്ത് ആ ലാൻഡിന് ഗുണം ഉണ്ടാക്കും, പ്ലസ് അവർക്ക് പൈസയും കാര്യങ്ങളും കിട്ടും. അപ്പൊ ഈ ലാൻഡ് ഇവരുടെ സ്വന്തമല്ല. അപ്പം ഈ ഒരു ഒബ്ലിഗേഷൻ ബേസ്ഡ് ലാൻഡ് സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് ഫ്യൂഡലിസം ബേസ് ചെയ്ത് പറയുന്നത്. അപ്പം ഈ ആ ഒരു ഇംഗ്ലണ്ട് മൊത്തം എത്ര പ്ലോട്ട് ഉണ്ടോ, ആരുടെയൊക്കെ ലാൻഡ് ആണെങ്കിലും അതിന്റെ എല്ലാം സോൾ ഓണർ എന്ന് പറയുന്നത് കിങ് ആണ്. കാരണം ആ ഒരു ഹൈരാർക്കി പ്രകാരം അവിടെ എന്തോരം ഭൂമി മീൻസ് നിലമുണ്ടോ, മീൻസ് ലാൻഡ് ഉണ്ടോ, അതിന്റെ എല്ലാം ഒറ്റ അധിപൻ എന്ന് പറയുന്നത് കിങ് ആണ്. കിങ് മീൻസ് നമുക്കിവിടെ വില്യമാണ് ഉള്ളത്. ഓക്കെ, ആ കിങ് ആണ് സോൾ ഓണർ. പുള്ളി എന്ത് ചെയ്യും? പുള്ളി ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നോബിൾ മെന്നിന് ഇത് ആദ്യം ഡിവൈഡ് ചെയ്യും. അതായത് എല്ലാ ലാൻഡിന്റെയും അധികാരമുള്ളത് കിങ്ങിനാണ്. കിങ് എന്ത് ചെയ്യും? അത് നോബിൾ മെന്നിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, നോബിൾ മെൻ. ഈ നോബിൾ മെൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏൾസ്, ബാരൻസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഡ്യൂക്സ്, ഏൾസ്, ബാരൻസ് ഒക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ നോബിൾ മെൻ. ഓക്കെ, അപ്പൊ കിങ് ഈ നോബിൾ മെന്നിന് ലാൻഡ് കൊടുക്കുമ്പോൾ തിരിച്ച് ഇവര് കിങ്ങിന് സഹായം ചെയ്യണോ വേണ്ടയോ? Are you getting my point? Yes, ma'am. Just show you somewhere. Yes, നമുക്കിവിടെ കിങ് ഉണ്ട്. പുള്ളി എന്ത് ചെയ്യും? പുള്ളിയുടെ കയ്യിലാണ് ഫുൾ ഈ ലാൻഡ് മൊത്തം ഉള്ളത്. പുള്ളി ഇത് ആർക്ക് ഡിവൈഡ് ചെയ്യും? നേരെ ഈ പറയുന്ന നമ്മളുടെ നോബിൾ മെന്നിന് കൊടുക്കും.
നോബിൾ മെൻ എന്ന് പറയുന്ന ആരൊക്കെയാണ്? നമുക്ക് ബാരൻസ് ഉണ്ടാകും, എക്സ്ക്യൂസ് ഹാൻഡ് റൈറ്റിംഗ്, ഓക്കെ, ഏൾസ് ഉണ്ടാകും, ഡ്യൂക്സ് ഉണ്ടാകും. ഈ കിങ് വെറുതെ നോബിൾസിന് അങ്ങ് സ്ഥലം കൊടുക്കും? ഇല്ലല്ലോ, തിരിച്ച് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കണമല്ലോ. അപ്പൊ നോബിൾ മെൻ തിരിച്ച് ഇങ്ങോട്ട് എപ്പോഴും ഒബ്ലൈസ്ഡും കമ്മിറ്റഡും ആയിരിക്കും. അപ്പം അവര് എങ്ങനെ ഇപ്പൊ ഈ കിങ് കൊടുക്കുന്ന ലാൻഡിന് തിരിച്ച് സഹായമായിട്ട് അവരെന്ത് ചെയ്യും? മിലിറ്ററി സർവീസ്, അതായത് ഇപ്പൊ യുദ്ധമോ വാറോ ഒക്കെ വരുമ്പോൾ ഇതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യും, മിലിറ്ററി സർവീസ് കൊടുക്കും. ആൻഡ് ഓൾസോ എന്തെങ്കിലും ടാക്സോ ഡ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർ പേ ചെയ്യും. കിങ് ഇങ്ങോട്ട് ലാൻഡ് കൊടുക്കുമ്പോൾ നോബിൾമെൻ തിരിച്ച് എന്ത് ചെയ്യും? സർവീസും കാര്യങ്ങളും ഓഫർ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ ഇത് വെക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ടെനുവർ ബേസ്ഡ്. ഇത് നമ്മുടെ ലാൻഡിന്റെ ആ ഒരു ഇത്രയും നാളത്തേക്ക് വരും ടെനുവർ ബേസ്ഡ് സിസ്റ്റം ആയിട്ട് പോകും. ഇത് ഫുൾ ആ ലോൺ ടാക്സ് അടപ്പും കാര്യങ്ങളും വരുന്ന ഒരു സിസ്റ്റമാണത്. ഓക്കെ, അങ്ങനെ ഇതിങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന നോബിൾമെന്റിന് കൊടുക്കും, അവരിനി അത് അടുത്തടുത്ത ആൾക്കാരിലേക്ക് കൊടുക്കും. അങ്ങനെ ഏറ്റവും നമ്മുടെ ലോവസ്റ്റ് റങ്ങിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെർഫ് എന്ന് പറയും, അല്ലെങ്കിൽ വില്ലൻ. ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണേ. സെർഫ് അല്ലെങ്കിൽ വില്ലൻസ് എന്ന് പറയും. ഇവരാണ് ഈ ഇപ്പൊ നമുക്ക് ഇവിടെ കിങ് ഉണ്ട്, നോബിൾമെൻ ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ സെർഫ്സ് അല്ലെങ്കിൽ വില്ലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഹൈറാർക്കി. ഇപ്പൊ ഇതാണ് ഏറ്റവും അധികമുള്ളത്. ഓക്കെ, ഏറ്റവും താഴത്തെ ലോവസ്റ്റ് റങ്ങിലുള്ളത്. ഓക്കെ, ഇതാണ് ഉള്ളത്. അത് അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം അതാണ് ആ ഒരു ഫ്യൂഡലിസം സിസ്റ്റം ആ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ കിങ്ങിന് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാരണം കിങ്ങിന്റെ ഡയറക്റ്റ് അണ്ടറിൽ വരുന്ന നോബിൾമെൻ, അപ്പൊ നോബിൾമെന്റെ എല്ലാം താഴെയാണ് ഈ പറയുന്ന നമ്മുടെ സെർഫ്സ് അല്ലെങ്കിൽ വില്ലൻസ് ഉള്ളത്. അവരും ഈ പറയുന്ന വില്ലൻസും കിങ്ങും തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. അപ്പൊ ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് വരാനായിട്ടാണ് അവരെ കൊണ്ട് എന്ത് ഓത്തെടുത്തത്? സാലിസ്ബറി ഓത്ത് എടുപ്പിച്ചത്. ഇതൊന്ന് നോട്ട് ചെയ്യണേ. സാലിസ്ബറി ഓത്ത് അത് 1086-ലുള്ളതാണ്. 1086-ലുള്ളതാണ്. കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് വില്യത്തിന്റെ സമയത്ത് ഒരു ലാൻഡ് ബേസ്ഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ലാൻഡിനകത്ത് ഏറ്റവും ഓണർ ആരാണ്? കിങ്. പുള്ളി അത് ഡിവൈഡ് ചെയ്ത് ഓരോ സെക്ഷൻസ് കൊടുത്തു. അപ്പൊ ഈ സെക്ഷൻസ് കൊടുത്ത് വരുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആരാണ്? നമ്മുടെ സെർഫ് അല്ലെങ്കിൽ വില്ലൻസ്. അപ്പൊ ഈ സെർഫും വില്ലൻസും ഒരിക്കലും കിങ്ങിനെ ഡയറക്റ്റ് കാണുന്നില്ല. അവർക്ക് തൊട്ട് മുന്നേ ഉള്ള മുതലാളിമാരെയാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ കിങ് അങ്ങ് പേടിച്ചു പോയി. ഇനി ഇവര് ഞാൻ പറയുന്ന കേൾക്കത്തില്ല, ഇവരുടെ ലോഡ് പറയുന്ന മാത്രമേ കേൾക്കത്തുള്ളൂ. ഇവര് ഭയന്നു പോയി. അങ്ങനെ കിങ്ങിന് ഡയറക്റ്റ് ആയിട്ട് ഈ ലോവസ്റ്റ് റങ്ങിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ തന്റെ അധികാരത്തിന്റെ പരിധിയിൽ വരുത്താനായിട്ടാണ് ഓത്ത് ഓഫ് സാലിസ്ബറി 1086-നകത്ത് ഇദ്ദേഹം എടുപ്പിച്ചത്. ഓക്കെ, ഇതിന് പുറമെ ഈ സാലിസ്ബറി ഓത്തിന് പുറമെ ആയിട്ട് എന്ത് ചെയ്തു? ഡൂംസ് ഡേ ബുക്കും കൂടി മെയിൻറ്റെയിൻ ചെയ്തു. എന്താണ് ഈ ഡൂംസ് ഡേ ബുക്ക്? ഡൂംസ് ഡേ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്ഥലത്തുള്ള ഓരോ ഇഞ്ച് ഭൂമിയുടെയും മൊത്തം കണക്ക്, ഇപ്പൊ എത്ര ലാൻഡ്, എത്ര പ്ലോട്ട്, സെന്റ്, മൊത്തം വിവരം എല്ലാം അടങ്ങി ആരാണ് അതിന്റെ ഓണേഴ്സ്, ലാൻഡ് ആരാണ്, ലാൻഡ് ഹോൾഡേഴ്സ് ആരാണ് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഡൂംസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഈ ഡൂംസ് ഡേ ബുക്കിനകത്ത് വെറും ഒരു സ്ഥലത്തിന്റെ കണക്ക് മാത്രമല്ല ഉള്ളത്. പകരം എന്താണ് അതിനകത്തുള്ളത്? ആരൊക്കെ ടാക്സ് പേ ചെയ്തു, ആരൊക്കെ ടാക്സ് പേ ചെയ്തിട്ടില്ല, കൃത്യസമയത്ത് ടാക്സ് പേ ചെയ്യുന്നുണ്ടോ, ടാക്സ് മീൻസ് ലാൻഡ് ടാക്സ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് തന്നെയാണ് ഈ ഡൂംസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ് മാം. യെസ്, ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ റിനൈസൻസ്. നമുക്ക് ഇത്രയും നേരം നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ദീസ് ടു ലിറ്ററേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ പറയത്തക്ക ഒരു ഭംഗിയുള്ള വർക്ക്സ് ഒന്നുമില്ല, ഒരു ലൈഫ് ഉള്ള വർക്ക്സ് ഇല്ല. ഇവിടത്തേക്ക് വരുമ്പം ഇറ്റ്സ് സംതിങ് വെരി ഡിഫറെന്റ്. ഇഫ് യു കുഡ് സീ റിനൈസൻസ്, ഇറ്റ് വാസ് an age where you could see that everything was focused on humans. It was centered on humans. So humanism was the major concept
of the Renaissance time period. ഓരോ ഏജിനും ഓരോ സ്പെസിഫിക്കലി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഏജ് പറയുമ്പം എല്ലാവർക്കും റിലീജിയനെ പ്രൊപ്പഗൻഡൈസ് ചെയ്യുക, അല്ലെങ്കിൽ മോറലി നല്ലവണ്ണമാക്കുക, അല്ലെങ്കിൽ റിലീജിയന്റെ ഇൻസ്ട്രക്ഷൻസ് പറയുക. ഇതൊക്കെയാണ് ഓരോരുത്തർക്കുമുള്ള എയിം എന്ന് പറയാം. പക്ഷെ നമ്മൾ റിനൈസൻസ് വരുമ്പം യു സീ സംതിങ് വെരി ഡിഫറെന്റ്. സിമിലർലി ഇൻ റൊമാൻറ്റിക് ഏജ് ഓൾസോ. റിനൈസൻസ് നമ്മൾ ഏത് ക്ലാസ് തുടങ്ങുമ്പോഴും വളരെ ക്ലീശേ പറയുന്നതാണ്. റിനൈസൻസ് മീൻസ് എന്താണ്? റീബർത്ത് അല്ലെങ്കിൽ റിവൈവൽ. നമ്മുടെ ആ ഒരു ക്ലാസിക് ലിറ്റററി വർക്ക്സിന്റെ എല്ലാം ഒരു പുനർജന്മം, ഒരു പുതിയ ഒരു റിഫ്രഷിങ് ഒരു സംതിങ് ആണ് വി ആർ ഗെറ്റിംഗ് ഡ്യൂറിംഗ് ദിസ് റിനൈസൻസ് ടൈം പീരീഡ്. ആൻഡ് റിനൈസൻസ് ഏജ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 1485 to 1660 വരെ നമ്മുടെ ട്യൂഡർ ഡൈനാസ്റ്റി തുടങ്ങുന്ന ആ സമയമാണ് 1485 എന്ന് പറയാം. ഓക്കെ, 1485 തൊട്ട് 1660 വരെ നമുക്കുണ്ട്. 1660 എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റോറേഷൻ ആ സമയവും കാര്യങ്ങളുമാണ്. അത് ലെറ്റ് ഇറ്റ് സ്റ്റേ ദെയർ. 1660 വി ഹാവ് ദിസ് റെസ്റ്റോറേഷനും കാര്യങ്ങളുമാണ്. അപ്പം അതിന് മുന്നേ വരെ നമുക്കുള്ളതാണ് നമ്മുടെ റിനൈസൻസ്. അപ്പം അതിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 പെർട്ടിക്കുലർ പീരീഡ്സ് ആണ് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ട്യൂഡർ ഡൈനാസ്റ്റി നമ്മൾ അത്രയും പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ക്ലാസ് ഇവിടെ കൊണ്ട് തീരില്ല. അപ്പം 2 റെയിൻസ് ഉണ്ട്. ഒന്ന് എലിസബത്തൻ പീരീഡ്, അത് വളരെ വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാകും. ക്വീൻ എലിസബത്ത് ഇംഗ്ലണ്ടിന് റെയിൻ ചെയ്ത സമയം, അതായത് 1586 തൊട്ട് 1603 വരെയുള്ള ടൈം പീരീഡ്, വിച്ച് മീൻസ് നമ്മുടെ റിനൈസൻസ് ഏജിൽ എലിസബത്ത് മാത്രമല്ല റൂളർ, അതിനു മുന്നേ ഒരുപാട് റൂളേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് വളരെ പ്രോമിനന്റ് ആയിട്ട് ഇവിടെ പറയുന്നത് എലിസബത്തൻ പീരീഡും ജക്കോബിയൻ പീരീഡും. ജക്കോബിയൻ എന്ന് പറയുമ്പോൾ ജെയിംസ് സ്കോട്ട്ലൻഡിലെ റൂളർ ഇംഗ്ലണ്ടിൽ വന്നിട്ട് ക്രൗൺ ചെയ്ത് റൂൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ജക്കോബിയൻ പീരീഡ്, ഫ്രം 1603 to 1625 വരെ. ഓക്കെ, ഇതില് നമുക്ക് ഇവിടുത്തെ ഒരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ദേ ബിഗിൻ ടു ക്വസ്റ്റ്യൻ. ഈ ഒരു സമയത്ത് ഒരു ചേഞ്ച് വന്നു തുടങ്ങി. ഇത്രയും നാള് നമുക്ക് റിലീജിയൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറേ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പം പീപ്പിൾ ദേ ബിഗാൻ ടു ക്വസ്റ്റ്യൻ, ലൈക്ക് എന്താണ് ഈ ട്രഡീഷണൽ ബിലീഫ്സ്? ഇതൊക്കെ ആര് കൊണ്ടുവന്നു? എവിടെ കൊണ്ടുവന്നു? എങ്ങനെ വന്നു? ഇതിന്റെ ബേസിസ് എന്താ? ഇതിന്റെ ഫൗണ്ടേഷൻ എന്താണ്? സോ പീപ്പിൾ ദേ സ്റ്റാർട്ടഡ് തിങ്കിങ് ആൻഡ് ദേ thought that why is these kind of things important? എന്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആവുന്നില്ല? നമ്മൾ മനുഷ്യരാണ്, നമ്മളാണ് ഇവിടെ ഉള്ളത്, ഇതിന്റെ എല്ലാത്തിന്റെയും സെന്റർ നമ്മളാണ്. ആൻഡ് വൈ ആർ വി നോട്ട് ബിക്കമിങ് ഇമ്പോർട്ടന്റ് ആൻഡ് വൈ ഈസ് റിലിജൻ ബിക്കമിങ് സോ പ്രോമിനന്റ് എന്നിവര് തിങ്ക് ചെയ്യാൻ തുടങ്ങി. സോ മുന്നേയുള്ള റിലീജിയൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ നിന്ന് slowly we are noticing a change. And what happens? They stress on human life, on man. മനുഷ്യരെ കുറിച്ച് അവര് they started thinking again. So which means religion എതിരെ, the so-called morality against ആയിട്ട് ആര് വന്നു തുടങ്ങി? People came, man came, humans came, human life came. So humans were the main center and they started understanding or realizing their real potential. എന്താണ് ഞങ്ങളുടെ പൊട്ടൻഷ്യൽ? നമ്മൾ ഹ്യൂമൻസ് ആണ്. We have our emotions, we have our thoughts, we have our ideas, we have our feelings. ഇപ്പൊ ഒരുപാട് പറയുമ്പോൾ റൊമാൻറ്റിക്സ് ആവും. അപ്പൊ അത്രയും ഹ്യൂമൻ പൊട്ടൻഷ്യൽസും കാര്യങ്ങളും എല്ലാം അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് നമ്മുടെ പ്ലേസും കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പം we could see different emotions of love popping out. ഇപ്പം നമുക്കൊരു February 14th ആണ്. സോ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഓർക്കാം, നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ലവ് എക്സ്പ്ലോർ ചെയ്തൊരു സമയമാണ് നമ്മുടെ എലിസബത്തൻ ഡ്രാമയിൽ. You could have unrequited love, constant love, timeless love, courtly love. What is love? Different emotions of love, different shades of love, different aspects of love. All these got explored in the works of the Renaissance time period. അത്രയും സെലിബ്രേറ്റ് ചെയ്തു. അതൊരു പർട്ടിക്കുലർ ഒരു ഫോമിൽ മാത്രമല്ല, നമ്മുടെ പോയട്രിയിലായിക്കോട്ടെ, ഡ്രാമയിലായിക്കോട്ടെ, വേഴ്സിലായിക്കോട്ടെ, ഇൻ എവറിഥിങ് വി ഹാഡ് ദിസ് സെലിബ്രേഷൻ ഓഫ് ഹ്യൂമാനിറ്റി, സെലിബ്രേഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ലവ്.
ഓക്കെ, അതില് നമുക്ക് അഗൈൻ ഇവിടെ നമുക്ക് പോയട്രി എന്ന് പറയുന്ന ഒരു ജോൺഡർ നമുക്ക് ഉണ്ട്. സോ പോയംസ് ഉണ്ടായിരുന്നു. സോണറ്റ് അറിയാലോ, സോണറ്റ് എന്താണ്? 14 ലൈൻസ് ഉള്ള പോമൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. പിന്നെ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ മേജർ ഫീച്ചേഴ്സ് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ എ മെറ്റാഫിസിക്കൽ പോയട്രി? മെറ്റാഫിസിക്കൽ പോയട്രി എന്താണ്? പറയാണ്ടിരിക്കരുത്, ഒത്തിരി എനർജി എടുത്ത് പറഞ്ഞൊരു ടോപ്പിക് ആണത്. ഹലോ, what is meant by metaphysical poetry? Hello? Hello? Am I audible? Hello? കേൾക്കുന്നുണ്ടോ? ഹലോ? ഹലോ? Yes, ma'am, you're audible. Okay, fine. Metaphysical poetry, do you have any idea regarding that? അതില് പോയറ്റ്സ് Got തീരെ ഒരു ബന്ധമില്ലാത്ത ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുന്നതായിരിക്കും. അവരെ നമ്മളങ്ങനെ ഇല്ലോജിക്കലി എന്ന് വിളിക്കണ്ട, ബിക്കോസ് വെരി കറക്റ്റ്, ബട്ട് ദേ ആർ വെരി ഇന്റലക്ച്വലി ഭയങ്കര കമ്പാരിസൺസ്. അപ്പൊ നമുക്ക് ഇല്ലോജിക്കൽ എന്നൊരു ടേം that won't suit for them because അവർ ഭയങ്കര ഇന്റലക്ച്വലി ഭയങ്കര വൈസ് ആയിട്ടുള്ള രീതിയിലുള്ള കമ്പാരിസൺസ് ആണ്. നിങ്ങൾ യു മൈറ്റ് ഹാവ് ലേൺ ദ പോയം ദിസ് വൺ ഡൺ ഇൻ ദ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്. എല്ലാരും പഠിച്ചാണല്ലോ, പഠിച്ചിട്ടില്ലേ? Yes, ma'am. That is an example of what? It's an example of metaphysical poetry. അതിൽ കോമ്പസ് ലവ് നമ്മൾ പറഞ്ഞില്ലേ, ലെഗ്സ് ഓഫ് എ കോമ്പസ്, ദ ഗോൾഡ് ഷീറ്റ്സ് തിൻഡായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ യു മൈറ്റ് ഹാവ് സീൻ എ കോമ്പസ്. എന്തായാലും നിങ്ങൾ ഒരിക്കലും ആ കോമ്പസ് ഇങ്ങനെ പേപ്പറിൽ വരയ്ക്കുമ്പം നിങ്ങളിതൊരു ലവിന്റെ ഒരു ഭയങ്കര എപ്പിട്ടം സിമ്പിൾ ആണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല. ഇപ്പൊ നമ്മളൊരു സ്വർണ്ണക്കടയിൽ പോയി ആൾക്കാർ ഇങ്ങനെ ഗോൾഡ് ബീറ്റ് ചെയ്ത് കാണുമ്പം ഇതൊരു ലവിന്റെ ഇമോഷൻ ആണെന്ന് ഞാൻ ഇതേവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ നമ്മള് ചിന്തിക്കാത്ത വളരെ വൈൽഡ് ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി കൈൻഡ് ഓഫ് കമ്പാരിസൺസ് യൂസ് ചെയ്ത് ഭയങ്കര ഇന്റലക്ച്വലി കോമ്പാക്ട് ആയിട്ടുള്ള രീതിയിൽ ഐഡിയാസിന് പ്രപ്പോസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പോയട്രി ആണ് മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടും ഇന്റലക്ച്വലി ഭയങ്കര ഹൈപ്പുള്ള, ദേ യൂസ്ഡ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് രീതിയിൽ ഡീപ്പെൻഡ് ഐഡിയാസിനെ എടുത്താണ് ഇവിടെ ചെയ്യുക. ഇപ്പൊ നമ്മുടെ മുമ്പില് ഇപ്പം വി ഓൾ മൈറ്റ് ഹാവ് ഫാളൻ ഇൻ ലവ്. അപ്പൊ നമുക്കൊരു പെൺകുട്ടീന്റെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ട്ണറിന്റെ കണ്ണ് നോക്കി നമുക്ക് വർണ്ണിക്കാനായിട്ട് നമുക്കൊരു 10 minutes മതിയാകാം, അല്ലെങ്കിൽ കൂടിപ്പോ ഒരു 1 hour. പക്ഷെ നമ്മളുടെ മെറ്റാഫിസിക്കൽ പോയിന്റ്സിനെ സംബന്ധിച്ചിട്ട് 100 വർഷം പോലും പോരാ. ഒരു കണ്ണിനെ വർണ്ണിക്കാനായിട്ട് 100 years ഇസ് നോട്ട് ഇനഫ്. ഓരോ ബോഡി പാർട്സ് വർണ്ണിക്കാൻ ഇത്രയും വർഷങ്ങൾ. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തെ വളരെ കോംപ്ലക്സ് ഫോമില് ഭയങ്കര ഇന്റലക്ച്വലി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് തീംസുകളും ഐഡിയാസും കൂടെ പാക്ഡ് ആക്കിയിട്ടുള്ള പോയട്രി ആണ് മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയാം. മെറ്റാഫിസിക്കൽ പോയട്രിയിൽ നമ്മൾ കമ്പാരിസൺസ് യൂസ് ചെയ്യും. ആ കമ്പാരിസൺസിന് പറയുന്ന പേരെന്താണ്? They are known as metaphysical കൺസീറ്റ് കൺസീറ്റ്സ്, മെറ്റാഫിസിക്കൽ കൺസീറ്റ്സുകൾ എന്നാണ് അതിന് നമ്മൾ പറയാം. ഓക്കെ, യെസ്, മെറ്റാഫിസിക്കൽ പോയട്രി. ഇവിടെ കിടപ്പുണ്ട് ഹെഡിങ്സ്. ഓക്കെ, എലാബറേറ്റ് ആൻഡ് കോൾ കൺസീറ്റ്സ്. ഓക്കെ, ദെൻ റിട്ടൺ ഇൻ വേഴ്സ് സപ്പോർട്ടഡ് ബൈ. പിന്നെ നമ്മളുടെ ഡ്രാമ. നേരത്തെ നമുക്ക് മിസ്റ്ററി, മിറാക്കിൾ, മൊറാലിറ്റി ഉണ്ട്, പ്ലേസ്, ഇന്റർലൂഡ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. ബട്ട് ഡ്രാമ ആസ് എ ജോൺഡ്രെ, അതിന് ആ ഒരു ബേബി എന്നുള്ള ഫോമിൽ നിന്ന് ഒരു ഗ്രോൺ അപ്പ് ഡെവലപ്മെന്റ് ഗ്രോത്ത് സ്റ്റേറ്റ് കൊണ്ടുവന്നത് നമ്മൾ ഈ പറയണ ഡ്യൂറിംഗ് ദി എലിസബത്തൻ ടൈം പീരീഡ് ആണ്. ഓക്കെ, ഓക്കെ, ലെറ്റ് മീ സീ. നമുക്ക് ഇതും കൂടി എടുത്തിട്ട് വി ഗെറ്റ് വൈൻഡ് അപ്പ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 9:30, but I'll take a bit more. എഫക്ട്സ്, ലിറ്ററേച്ചർ, ഹാഡ് ആൻഡ് കൾച്ചർ നമുക്ക് നോക്കുകയാണെങ്കിൽ, കോമണേഴ്സ് വെൽക്കംഡ് അറ്റ് സം പ്ലേ
productions, while conservatives try to close the theaters on grounds that they promote brazen behaviors. പിന്നെ not all middle classes embrace the metaphysical poets and their abstract conceits. അപ്പം അത് മേ ബി എല്ലാവർക്കും ഈ പറയുന്ന മെറ്റാഫിസിക്കൽ ഐഡിയാസും കൺസീറ്റ്സും കമ്പാരിസൺസും ദേ മൈറ്റ് നോട്ട് ബി ഡൈജസ്റ്റബിൾ ഫോർ എവറിബഡി. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കൈൻഡ് ഓഫ് കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല മെറ്റാഫിസിക്കൽ കൺസീറ്റ്സും കമ്പാരിസൺസും പോയംസും എന്ന് പറയാം. പിന്നെ നമുക്ക് മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വാർ ഓഫ് റോസസ്. അത് നമുക്ക് 1485 വി ഹാവ് ദി വാർ ഓഫ് ദി റോസസ് എൻഡ് ചെയ്തിട്ടുള്ളത്. വാർ ഓഫ് ദി റോസസ്. ഓക്കെ, യെസ്, വാർ ഓഫ് ദി റോസസ്. നമുക്ക് ടൈം പീരീഡ് പറയാം. വാർ ഓഫ് ദി റോസസിന്റെ 1455 ടു ഞാൻ എഴുതാം. ഞാൻ പറഞ്ഞതായിരുന്നു 85-87 ആ ടൈം റേഞ്ചിലാണ് നമ്മൾ വാർ ഓഫ് റോസസും കാര്യങ്ങളും പറയുന്നത്. 2 ഹൗസസ് ഉണ്ടായിരുന്ന ഹൗസസിന്റെ പേരെന്താണ്? ലാൻസസ്റ്റർ, Lancaster, Yorkshire. ഓക്കെ, ഓക്കെ, ഫൈൻ. ഈ റോസസ് പറയുമ്പം ആർക്കാണ് വൈറ്റ് റോസ്? ഏതൊക്കെ കളർ ഓഫ് റോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? വൈറ്റ് ആൻഡ് റെഡ്. വൈറ്റ്, നിങ്ങൾക്ക് ഇത് ഞാൻ എടുത്തിട്ടുള്ളൂ ഈ പോർഷൻ. ഐ റിമെമ്പർ, ഞാൻ ഒരിക്കലും പറയാണ്ടിരിക്കില്ല. വൈറ്റും റെഡും നമ്മൾക്കുണ്ട്. യോക്ക് ഇപ്പം വൈറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഡബ്ല്യു. ഡബ്ല്യു കഴിഞ്ഞാൽ എക്സ് വൈ. അപ്പൊ ഇങ്ങനെ അടുത്ത് ഓർക്ക് വൈയുടെ കൂടെ ഉള്ളത് ദാണ്ട് ഇവിടെ. യോർക്കിൻ്റെത് വൈ അല്ലേ? ഡബ്ല്യു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ലെറ്റർ ഏതാണ്? എക്സ് വൈ. അപ്പം വൈറ്റ് കളർ ഫോർ ദി യോക്ക്, ഹൗസസ് ഓഫ് യോക്കിന്റെ അത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ ഒരു ഐഡിയ? ഹലോ, ക്ലിയർ അല്ലേ അത്? യെസ് മാം. അത് ഓർക്കാനായിട്ടാണ് ക്ലൂ പറഞ്ഞത്. ലാൻകാസ്റ്ററിന് റെഡ്. ഓക്കെ, നെക്സ്റ്റ്. യെസ്, when was the printing press introduced in England? 76. 76-77. ആരാണ് കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വില്യം കാക്സ്റ്റൺ. വില്യം കാക്സ്റ്റൺ. ഓക്കെ, ഫൈൻ. സോ നമുക്കറിയാം പ്രിന്റിംഗ് പ്രസ് വരുമ്പം ഈ പറഞ്ഞ പേപ്പേഴ്സ് ആണെങ്കിലും ഇങ്കും എല്ലാം ദാറ്റ് വിൽ ബിക്കം മോർ ചീപ്പ്. അപ്പം എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ എക്കണോമി ചേഞ്ചസ് ഫ്രം ഫാം ബേസ്ഡ് വൺ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. പിന്നെ മെയിൻ നമുക്കുള്ള കീ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഓഥേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വില്യം ഷേക്സ്പിയർ. ഇവരുടെയൊക്കെ വീഡിയോസ് നമുക്ക് ഉണ്ട്, ഉറപ്പായിട്ടും നോക്കണം. കാരണം ഇത് ഞാൻ ഒരു വലിയൊരു എലാബറേറ്റ് ആയിട്ടാണ് എടുത്തത് ഷേക്സ്പിയർ. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റനിൽ നോക്കുമ്പോഴൊക്കെ വില്യം ഷേക്സ്പിയറിന് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത്രയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. യെസ്, കവലിയർ പോയിറ്റ്സ് ഓർമ്മ ബേസ്ഡ് തീം ഓഫ് ലവ് ആൻഡ് വാറിൽ വരുന്നതാണ് കവലിയർ പോയിറ്റ്സ്. ഇതൊക്കെ സെപ്പറേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കവലിയർ പോയിറ്റ്സ്, ജോൺ ലവ്ലേസ്, റിച്ചർഡ് ലവ്ലേസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലോ. ഓക്കെ, കവലിയർ പോയിറ്റ്സ്, മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്, പിന്നെ നമ്മളുടെ യൂണിവേഴ്സിറ്റി വിറ്റ്സ്, ജോൺ ഡണ്ണ്, ദെൻ ക്രിസ്റ്റഫർ മാർലോ, ദെൻ ആൻഡ്രൂ മാർവൽ, മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്, റോബർട്ട് ഹെരക്ക്, കാത്തറിൻ ഫിലിപ്സ്. ഇത്രയാണ് നമുക്ക് റിനൈസൻസ് ടൈം പീരീഡിലെ മെയിൻ ആയിട്ടുള്ള നോട്ടബിൾ ഫിഗേഴ്സ്. ഇവര് മാത്രമല്ല, ബാക്കി ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നമ്മളുടെ വീഡിയോസ് നോട്ട്സിലുണ്ട്. ഡു റെഫർ ദാറ്റ്. ഇന്ന് നമുക്ക് ഇത്രയും പറഞ്ഞതിന് ഒന്നുകൂടെ വേണമെങ്കിൽ റീക്യാപ്പ് ചെയ്യാം. നമുക്ക് ബ്രിട്ടീഷ് ടൈം ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് വി ഡിസ്കസ്ഡ് റിഗാർഡിംഗ് ദി ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, ആംഗ്ലോ സാക്സൺ പീരീഡ് ഫ്രം 1449 to 1066 ആണ്. അപ്പൊ ആ ഒരു ചേർച്ചും പേഗനിസവും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. റിലീജിയസ് ഫെയ്ത്ത്, മോസ്റ്റ് പ്രോമിനന്റ് ജോൺട്രേ എന്ന് പറയുന്നത് നമ്മുടെ പോയട്രി ആണ്. പിന്നെ ഓറൽ ഫോംസും ട്രഡീഷന്റെ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ക്രിസ്ത്യാനിറ്റിയും കാര്യങ്ങളും ഒരുപാട് പ്രൊപ്പഗൻഡൈസ് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മിത്സും കാര്യങ്ങളും ഒക്കെ ഓറൽ ട്രഡീഷൻ വഴി പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചറൽ മെയിൻ വർക്ക്സ് അത് ബ്യൂൾഫ് ഉണ്ട്, വെൻട്രബിൾ ബീഡ്, വൺ ഓഫ് ദി 4 മാനുസ്ക്രിപ്റ്റ്സ് ഉള്ള നമ്മുടെ എക്സീറ്റർ ബുക്ക്. ദെൻ വി മൂവ് ടു ദി മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. അവിടെ നമ്മുടെ മെയിൻ വി ഹാവ് ദ പ്ലേസ്, ദ മെയിൻ ഫംഗ്ഷൻ വാസ് ടു ഇൻസ്ട്രക്ട്. എന്താണ് നമ്മുടെ മോറൽസും റിലീജിയനുമായിരുന്നു മെയിൻ അവരുടെ ഇൻസ്ട്രക്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത്.
ദെൻ നമുക്ക് ഇവിടെ ഓറൽ ട്രഡീഷൻസ് ഉണ്ട്, ബാലൻസുകളുണ്ട്, മിസ്റ്ററി പ്ലേസ്, മിറാക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ്, മോറൽ സ്റ്റോറീസ്. പിന്നെ നമ്മുടെ ചേർച്ചിന്റെ ഇൻസ്ട്രക്ഷൻ എല്ലാം നടന്നത് ഇറ്റ് ഈസ് ത്രൂ ദി മൊറാലിറ്റി ആൻഡ് ത്രൂ ദി മിറാക്കിൾ പ്ലേസ് വഴിയാണ് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ദെൻ വി ഹാവ് ദ ക്രൂസേഡ്സ്, ട്രേഡിംഗ്. പിന്നെ വില്യം ദ കോൺകറർ 1066 വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമൻഡി ഹി ബിക്കേം വില്യം ദ കോൺകറർ. പിന്നെ ഹെൻറി ദ തേർഡ് 1154 ക്രൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. മേജർ നോട്ടബിൾ വർക്ക്സ് വി ഹാവ് സർ ഗവെയിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ്, പേള്, ലെമോട്ടി ഡി ഓദർ, ഡൂംസ്ഡേ ബുക്ക്, ഫ്യൂഡലിസം പറഞ്ഞിരുന്നു, ഓത്ത് ഓഫ് സാലിസ്ബറി പറഞ്ഞായിരുന്നു. ദെൻ വി ഹാവ് ജെഫ്രി ചോസർ. ദെൻ വി മൂവ് ടു റിനൈസൻസ്. 2 ഏജസ് മെയിൻ ആയിട്ടുണ്ട്, എലിസബത്തൻ പീരീഡ് ആൻഡ് ദി ജക്കോബിയൻ പീരീഡ്. മെയിൻ തീം എന്ന് പറയുമ്പോൾ അബൌട്ട് ദി ഹ്യൂമൻ ലൈഫ്, അബൌട്ട് ദി ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് ദി വേൾഡ് വ്യൂ ഷിഫ്റ്റഡ് ഫ്രം റിലിജൻ. പിന്നെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ലവ്, അൺറിക്വറ്റഡ് ലവ്, കോൺസ്റ്റന്റ് ലവ്, ടൈംലെസ് ലവ്, കോട്ട്ലി ലവ്, ഡിഫറെന്റ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോയട്രി ഉണ്ട്, സോണറ്റ്സ്, മെറ്റാഫിസിക്കൽ പോയട്രി, കവിലിയർ പോയട്രി. കവിലിയർ പോയട്രി നമുക്ക് പിന്നീട് ഇങ്ങോട്ട് വരും, ബട്ട് സ്റ്റിൽ നമ്മൾ അതും കൂടി ഒന്ന് കണക്ട് ചെയ്യാം. നമ്മൾ കവിയുടെ ഏജ് പറയുമ്പോൾ നമ്മുടെ പറയും, ബട്ട് സ്റ്റിൽ അതും കൂടെ നോക്കുക. മെറ്റാഫിസിക്കൽ പോയട്രി, ദെൻ ട്രാജഡീസ്, കോമഡീസ്, ഹിസ്റ്ററി. പിന്നെ നമ്മുടെ വാർ ഓഫ് റോസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ വി ഹാഡ് എ ഡിസ്കഷൻ ഓൺ ദിസ് പ്രിന്റിംഗ് പ്രസ്. പിന്നെ മേജർ ഫിഗേഴ്സിൻ്റെ നമ്മളിവിടെ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഷുവർ ആയിട്ട് ക്ലാസ്സിൽ വിൽ ഡിസ്കസ് വിത്ത് ന്യൂ ക്ലാസിക്കൽ പീരീഡ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് യുവർ കോർഡിനേറ്റർ വിൽ ഇൻഫോം യു. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയിലും എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഹിയർ. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാലും മതിയാകും. ആസ് ഓഫ് നോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാമേ. ഡു യു ഹാവ് എനി ഡൗട്ട്? ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയോ അല്ലെങ്കിൽ മനസ്സിലാവാത്തുണ്ടോ ഇത് പറയാം. ക്ലിയർ ആണ് മാം. ഓക്കെ അല്ലേ? ബാക്കി എല്ലാവർക്കോ ഓക്കെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ആക്കാം. ഓക്കെ മാം. Okay then. Good night everyone. We'll meet in the next session. താങ്ക് യു മാം. Okay then. Good night.